ഹലോ, നമുക്കിന്നൊരു അടിപൊളി കേക്ക് ബോർഡ് മേക്ക് ഓവർ കണ്ടാലോ? വീട്ടിൽ ആവശ്യത്തിലധികം അംഗങ്ങളുള്ളതുകൊണ്ട് കേക്ക് ബോർഡിനൊന്നും ഒരു കുറവുമില്ല. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കട്ടിയുള്ളൊരു കാർഡ് ബോർഡ് റൗണ്ടായി കട്ട് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. ആദ്യം ഞാനൊരു മണ്ടത്തരം കാണിച്ചു. ഈ പ്ലാസ്റ്റിക് ലേബലിൻ്റെ പുറത്തങ്ങ് അടിച്ചു. പിന്നെയല്ലേ ബുദ്ധി വന്നത്. ആ പ്ലാസ്റ്റിക് പറിച്ചു മാറ്റി ഫസ്റ്റ് കോട്ട് അടിച്ചു. ഫസ്റ്റ് കോട്ട് അടിച്ച് കഴിഞ്ഞ് അത് ഉണങ്ങിയ ശേഷം സെക്കൻഡ് കോട്ട് കൂടെ അടിക്കണം കേട്ടോ. എന്നാൽ നല്ല ഫിനിഷും കിട്ടും. ഇനി നമ്മൾ കാലങ്ങളായിട്ട് ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പിസ്ത തോടുകളില്ലേ, അവയെ തുറന്നു വിടാനുള്ള സമയമായി. ഓരോന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ കൊടുത്ത് അടിപൊളിയാക്കാം. ആദ്യം ഒരു കളർ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെയാണ് ഈ റെഡ് അടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഓർത്തു മൊത്തത്തിലൊരു ചുവപ്പ് മയമായാലോ എന്ന് വിചാരിച്ച് പിങ്ക് കൂടി. പിന്നെ നമ്മൾ നേരത്തെ ഒരു കേക്ക് ബോർഡിൻ്റെ മേക്ക് ഓവർ നടത്തിയിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അല്ല, വെക്കേഷനൊക്കെ തുടങ്ങുമല്ലേ, അതിൻ്റെ സന്തോഷത്തിലായിരിക്കും നിങ്ങളല്ലേ. എന്തായാലും ദാ കേക്ക് ബോർഡ് 2 കോട്ടടിച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്ലേ വേണം. ക്ലേ ഇല്ലാത്തവർക്ക് ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കാം. ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് ഉള്ളത് കൊണ്ട് ഞാനിടുന്നില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് അതും ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്. നമ്മുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ലേ, ടിഷ്യൂ പേപ്പറെ കുറച്ച് വെള്ളവും പശയും വെച്ച് ചുരുട്ടി ചുരുട്ടി വള്ളി പോലെ ആക്കാം. നമ്മുടെ കയ്യിലാണോ ഈ ഐഡിയക്കൊക്കെ പഞ്ഞം? പിന്നെ ഈ ക്ലേ കുഴയ്ക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഈ ചപ്പാത്തി ഓർമ്മ വരുമെന്നേ. അതുപോലല്ലേ ഏകദേശം നമ്മൾ കുഴച്ച് പരത്തുന്നത്. ചപ്പാത്തി ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ, അല്ല വെക്കേഷൻ പ്രോഗ്രാംസ് എന്തൊക്കെയാണ്? അത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞാൻ പണ്ട് അമ്മ വീട്ടിൽ പോവായിരുന്നു. അതൊക്കെ ഇപ്പം നമ്മുടെ മെമ്മറീസ് ആണ്. കുഞ്ഞിലെ പോലെ അല്ലല്ലോ വലുതാകുമ്പോൾ. കാലം മാറുമ്പോൾ എല്ലാം ഓർമ്മകളാകുമല്ലോ. ഓക്കെ, ദെൻ ക്ലേ സെറ്റ് ആക്കിയാൽ കേക്ക് ബോർഡ് എടുത്ത് പെൻസിൽ കൊണ്ട് ഒരു ഔട്ട്ലൈൻ കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ പുറമെ ഗ്ലൂ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ ക്ലേ ഒട്ടിയിരിക്കണ്ടേ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ക്ലേ പതിയെ ഒട്ടിച്ചു കൊടുക്കണം. ഈ ക്ലേ വെച്ച് ഓരോന്ന് ചെയ്യുമ്പോൾ പണ്ട് ചിരട്ടയിൽ മണ്ണപ്പം ചുട്ട് കളിച്ചതൊക്കെ എനിക്ക് ഓർമ്മ വരും. എന്താ അല്ലേ, ചപ്പാത്തിയും മണ്ണപ്പവും ഒക്കെയാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. ഇതുപോലെ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുമ്പോഴും പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോഴും ഒക്കെ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് റിലാക്സ് ആവും കേട്ടോ. ഇടയ്ക്ക് നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നുണ്ടല്ലേ, സോറി കേട്ടോ. ചില കമൻസ് കണ്ടു, ചേച്ചി പഴയ മെമ്മറീസ് പറയുമോ എന്ന്. ഷോർട്സിൽ പറയാൻ പറ്റില്ലല്ലോ, അതാണ് വീഡിയോയിൽ പറയുന്നത്. അങ്ങനെ തണ്ടൊട്ടിച്ച സ്ഥിതിക്ക് കുറച്ച് വള്ളിപ്പടർപ്പുകൾ കൂടെ നമ്മൾ സെറ്റാക്കണം. അതിന് ക്ലേ ഒന്ന് പരത്തി ട്വിസ്റ്റ് ചെയ്താൽ മതി. ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ചെയ്ത് കൊടുത്താൽ മതി എന്നേ. പിന്നെ വള്ളിപ്പടർപ്പല്ലേ, ചുമ്മാ വള്ളി പോലെ ഗ്ലൂ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒട്ടിച്ചു കൊടുത്താൽ മതി. പൊട്ടിപ്പോവാൻ സാധ്യതയുള്ളതുകൊണ്ട് പതുക്കെ വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ക്ലേ ഒന്ന് ഡ്രൈ ആയ ശേഷം നമുക്ക് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഗ്രീനും ബ്രൗണും മിക്സ് ചെയ്ത് അടിച്ചു കൊടുക്കാം. പക്ഷേ എനിക്കെന്തോ ഗ്രീൻ മാത്രം കൊടുക്കാനാണ് തോന്നിയത്. അങ്ങനെ ഞാൻ ഗ്രീൻ നന്നായി അടിച്ചു കൊടുത്തു. ഈ ഗ്രീൻ കളർ അടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് പച്ചിലപ്പാമ്പാന്ന് തോന്നിയത് എനിക്ക് മാത്രമാണോ? ഇത് കണ്ടിട്ട് പച്ചിലപ്പാമ്പാന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? എനിക്ക് ശരിക്കും തോന്നുന്നുണ്ടായിരുന്നു. എന്താ ഒരു ഒറിജിനാലിറ്റി. ഒരു വള്ളിപ്പടർപ്പ് കണ്ടിട്ട് കറക്റ്റ് ഷേപ്പാണ്. അതൊക്കെ പോട്ടെ. ഇനി നമുക്ക് പിസ്താഷ്യലൂടെ ഒട്ടിച്ചു കൊടുത്താൽ ദേ ഐറ്റം അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ കേക്ക് ബോർഡ് മേക്ക് ഓവർ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും മറക്കണ്ട കേട്ടോ. ഇനി നമുക്കൊരു ജേർണലിംഗ് ഒക്കെ ചെയ്യണ്ടേ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ.